നോർമൽ ബ്ലാക്ക് സീഡുള്ള ടൈപ്പ് മുന്തിരിയുടെ തൈകളാണ്. ഒരു 5-6 മാസം കൊണ്ട് നല്ലപോലെ കായ്ക്കുന്ന ടൈപ്പ് മുരിങ്ങയാണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കായകളില്ലേ, അത്യാവശ്യം വലുപ്പമുള്ള നീളമുള്ള മീറ്റർ മുരിങ്ങയെന്നൊക്കെ പറയും ചിലർ. വിയറ്റ്നാം മെർലിയുടെ ഇത് എത്ര അടി ഉണ്ട് ഹൈറ്റ്? ഇതിപ്പോൾ നിലവിലുള്ള ഹൈറ്റ് ഒരു 2.5 അടി ഹൈറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു 1.5 അടി തൊട്ട് ഒരു ഏവറേജ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. റേറ്റ് സെയിം ആണ്. ഈ പറഞ്ഞ 1.5 അടി ആയാലും ഈ 3 അടി ഹൈറ്റ് വന്നിട്ട് നമുക്ക് റേറ്റ് സെയിം ആണ്. റീറ്റെയിൽ വരെ 150 രൂപയാണ്. അതൊരു നമുക്ക് നാംഡോക്മയാണ്. അതെ, നാംഡോക്മയുടെ ഏതാ ഗ്രീൻ? അത് ഇത് ഗോൾഡ്. നല്ല പ്രായം, അത്യാവശ്യം പഴക്കമുള്ള ടൈപ്പ് തൈകളാണ്. നല്ല വലിപ്പമുണ്ടല്ലോ. അത്യാവശ്യം കൈത്തണ്ട സാധനമുള്ള തൈകളാണ്. അത്യാവശ്യം ഒരു 3 കൊല്ലം 4 കൊല്ലമൊക്കെ ഇത് കായ്ച്ചപ്പോ ഒരു 2-3 കൊല്ലമായിട്ട് കായ്ക്കുന്ന ടൈപ്പ് തൈകളാണ്. കാരക്കയില്ലേ, പണ്ട് തൊട്ടേ ഉപ്പിലൂടെ കിട്ടുന്ന കാരക്ക, ആ കാരക്കയുടെ സ്വീറ്റ് വെറൈറ്റിയാണ്. അതിന് തന്നെ ലെയർ തൈകളാണ്. ഫ്ലവർ ഇതാണ്, നോക്കി ചെറിയ തൈ മാംഗോസ്റ്റീൻ. ഇത് എത്ര തട്ടായത്? മാംഗോസ്റ്റീൻ നമുക്ക് ഇതിന് ഒരു 5 തൊട്ട് 6 തൊട്ടൊക്കെയാണ്. 5 അടി 6 അടി വലുപ്പമുള്ള തൈകളാണ്. നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ ഏകദേശം ഈ സൈസൊക്കെയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു 1000 രൂപ. ഹാജി ലെമൺ അല്ലെങ്കിൽ ആസാം ലെമൺ എന്നൊക്കെ പറയുന്ന എൻ്റെ വലുപ്പമുള്ള തൈകളാണ്. നമുക്ക് സാമ്പിളിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്, ആൾക്കാർക്ക് കായ കാണിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നമുക്ക് ലെങ്ത്ത് വരുന്ന ടൈപ്പ് നാരകാണ്. ബോൾ ടൈപ്പ് അല്ല, അത് ഓവലാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ റെഡ് ഐവറി എന്ന് പറഞ്ഞ മാവിൻ്റെ തൈകളാണ്. നമ്മുടെ നാട്ടിൽ ഗ്യാരണ്ടി ആയിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഐവറി. 1 കിലോന് മീതെ ഗ്യാരണ്ടി ആയിട്ട് കായ്ക്ക് തൂക്കം വരുന്നൊരു ടൈപ്പുമാണ്. ഒക്കെ ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 350 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. നമ്മൾ ഈ കാണുന്നത് R22 അല്ലെങ്കിൽ ജംബോ റെഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ ചെറു തൈകളാണ്, ഗ്രാഫ്റ്റ് തൈകളാണ്. 3 അടി 3.5 അടി. 3-3.5 അടി. നമ്മുടെ അരക്കപ്പോൾ ഹൈറ്റ് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ഈ കാണുന്നതൊക്കെ മിയാസൊക്കെയാണ്. 1000 രൂപ വരെയൊക്കെ വിലയ്ക്ക് വിറ്റുന്ന ടൈപ്പ് മാവുകളാണ്. ഇത് നമുക്ക് ഇപ്പോൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 350 രൂപ 400 രൂപയാണ്. 400 രൂപയിൽ താഴെ എന്ന് പറയാം നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക. അത്യാവശ്യം ഒരു 4 അടി വരെയൊക്കെ ഉയരം വരുന്നുണ്ട്. ജബോട്ടിക്ക എസ്കാർലറ്റിൻ്റെ കാച്ചിട്ടുള്ള തൈകൾ. ഇതൊക്കെ ഒരു പാർട്ടിക്ക് എടുത്തു വെച്ചിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കായകൾ പറിക്കാത്ത. കാണുന്ന എല്ലാം കായ്കളാണ്. അടിയിലൊക്കെ പഴുത്ത കായ്കളാണ്. എസ്കാർലറ്റ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മുരളി നഴ്സറിയിലാണ്. നമ്മളെപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ആദ്യം ആൾക്കാർ ചോദിക്കുന്ന സംഭവമാണ് മുരളി നഴ്സറിയുടെ വീഡിയോ എവിടെ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുരളി നഴ്സറിയിലാണ് കേട്ടോ. 5 ഏക്കർ സ്ഥലത്തുള്ള ഗാർഡനാണത്. ഈ ഗാർഡൻ്റെ പല പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വന്ന വീഡിയോ. പുതിയ ലോഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മുരളി നഴ്സറിയിലെ വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട് ആരും ചോദിക്കേണ്ട, ഇതാണ് വീഡിയോ. പിന്നെ എൻ്റെ കുറേ ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ കൊറിയറൊന്നും ഉണ്ടാവില്ല. ഒരു ഹോൾസെയിൽ നഴ്സറിയാണ്, റീറ്റെയിലും ഉണ്ട്. ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണം. അത് മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലം, മുടിക്കോട് ജുമാ മസ്ജിദിൻ്റെ തൊട്ടാണ്. അതായത് തൃശ്ശൂർ പീച്ചി റോഡിൽ മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണത്. കണ്ണൻ ഇവിടെ നിൽക്കുന്നുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും കണ്ണനാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ണൻ പറഞ്ഞു തരും. നല്ലൊരു കുളമുണ്ട് കേട്ടോ, അവിടെ നോക്കി കുളിക്കണോളാണ്. ഓക്കെ, നമസ്കാരം കണ്ണൻ. നമസ്കാരം. എന്തുണ്ട്? സുഖമായിരിക്കുന്നു. ഇവിടെ ഇത് എന്ത് തൈത്തെങ്ങ്? തെങ്ങ്. ഏതിൻ്റെയാണ്? നമുക്കിപ്പോൾ നിലവിൽ ഈ കാണുന്നതൊക്കെ ശ്രീലങ്കൻ്റെ തൈകളാണ്. ശ്രീലങ്കൻ മറ്റേ ആ വലിയ തേങ്ങ അല്ലേ? വലുപ്പമുള്ള തേങ്ങ. ഓ ശരി ശരി. ഇത് രണ്ടും ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നത്? അല്ല, നമുക്ക് വരവാണ്. ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ടല്ലോ? ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. ഇതിൻ്റെ ഒരു പേര് പറയുമല്ലോ, അറിയോ? ശ്രീലങ്കൻ തന്നെയാണ് പറയുന്നത്. ശ്രീലങ്കൻ എന്നാണ് പറയുന്നത്. ശ്രീലങ്കൻ ജാവ എന്ന് പറയുന്ന ആൾക്കാർ പലരും പല പേരിലാണ് പറയപ്പെടുന്നത്. ശരി ശരി. ഇതെങ്ങനെ അതിൻ്റെ ഒരു റേറ്റ് ഒക്കെ വരുന്നത്? നമുക്കിത് ഹോൾസെയിൽ വരുമ്പോൾ ഏകദേശം 500 രൂപ താഴേക്ക് ആയിട്ട്. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഇത് 3-3.5 കൊല്ലമാണ്. കുള്ളമർഗത്തിൽപ്പെട്ട തൈയാണ്. ഇത് വലുപ്പമുള്ള തേങ്ങയാണെങ്കിൽ കൂടി കുള്ളമർഗത്തിൽപ്പെട്ട ഒരു 3.5 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഇപ്പോൾ തെങ്ങ് തൈകൾ ഉണ്ടായിരുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ. നമുക്ക് തെങ്ങിൻ്റെ വില ഇതിന് കുതിച്ചു പറഞ്ഞ കാരണം എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അല്ല, ഇത് നമുക്ക് വരുമ്പോൾ D&D തൈകളാണ്. D&D, അതായത് നമ്മുടെ നാടനും ഡോർഫ് വെറൈറ്റിയും നമ്മൾ ക്രോസ് വരുന്ന ടൈപ്പ്. കുള്ളൻ്റെ പോലെ പെട്ടെന്ന് കായ്ക്കും, നമുക്ക് നാടൻ്റെ പോലത്തെ നല്ല കായ്കളും കിട്ടും. ഇതൊക്കെ ബാക്കിയുള്ള മലേഷ്യൻ്റെ തൈകൾ, മലേഷ്യൻ ഗ്രീൻ. പിന്നെ അതുപോലെ അതും D&D ആണ്. അതിൻ്റെ അപ്പുറം നമുക്ക് ചെന്തങ്ങ് അല്ലെങ്കിൽ ഗൗളി ഗാത്ര എന്നൊക്കെ പറയുന്ന തെങ്ങ് തൈകളാണ്. ഇത് മറ്റേ ഗാർഡൻ യുജീനിയ കുറേ ടൈപ്പ് വരുന്നുണ്ടല്ലോ അല്ലേ? യുജീനിയ ടൈപ്പ് നമുക്ക് ലിവർ റെഡ് ഉണ്ട്. ഇത് നേരെ ലീഫിൽ തന്നെ പുതിയ വെറൈറ്റിയാണ്. ഓ ശരി ശരി. അപ്പോൾ ഇതിൻ്റെ ചെറിയതുമില്ലേ ഇവിടെ? ഇതിൻ്റെ ചെറിയ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ ബാമ്പു ഉണ്ടല്ലേ? ബാമ്പുണ്ട്. ആ കാണുന്നത് ഇതെന്താ ഈ ചെടി? ഗോൾഡൻ സൈപ്രസ് എന്നൊക്കെ പറയും, ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്ന ഐറ്റാണ്. ഇതിൻ്റെ ചെറുതുണ്ടല്ലേ? ഇതിൻ്റെ ഇപ്പം നിലവിൽ ഈ ഒരു കണ്ടീഷൻ സൈസ് വലുത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ പെയിന്റിങ് ബാമ്പ് എന്നൊക്കെ പറയും. നമ്മൾ ഫെൻസിങ്ങിനൊക്കെ വേണ്ടി ഇടയിൽ പാർട്ടീഷൻ അല്ലെങ്കിൽ ഫെൻസിങ്ങിനൊക്കെ വേണ്ടി വെക്കുന്ന ടൈപ്പാണ്. നമ്മുടെ ഗോൾഡൻ ബാമ്പ് പോലെ അങ്ങനെ ഉയരം പോയില്ല. ഒരു 10 അടി 12 അടി
ലെവലിൽ നിൽക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വാളിൻ്റെ ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിൽ വെട്ടി നിർത്താം. ഓ ശരി. ഇടയിൽ പാർട്ടീഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പാണ്. പിന്നെ അതുപോലെ നമുക്ക് റംബൂട്ടാൻ്റെ സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി തൈകളാണ്. ആ ശരി. സീസറാണ് വലിയ കായ വരുന്നത്. ആ വലിപ്പമുള്ള കായ, അതായത് 9 തൊട്ട് 12 കായനുള്ളിൽ 1 കിലോ. ഓ ശരി. ഇത് എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും തൈ? ഇതൊക്കെ നമുക്ക് മാക്സിമം 1.5 കൊല്ലം, അതല്ലേ 1.5 കൊല്ലം മാക്സിമം. ഒക്കെ ബഡ് തൈകളാണ്. ഇതിൻ്റെ ഏകദേശം നമുക്കൊരു 6 അടിക്ക് വലിപ്പമുള്ള സൈസ് തൈകളാണ്. ഇതിൻ്റെ ചെറുതൈകളും സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 6 അടി വരുന്ന സൈസ് തൈകളാണ്. ഇതൊക്കെ ഒരു 800 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സീസർ. പിന്നെ അതുപോലെ ഈ കാണുന്നതൊക്കെ നമുക്ക് ഈ കാണുന്ന സൈസൊക്കെ ഗോൾഡൻ ബാമ്പുവിൻ്റെ തൈകളാണ്. ഗോൾഡൻ ബാമ്പ് അത്യാവശ്യം ഇപ്പം നിലവിൽ മുളകളിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റാണ്. നമുക്ക് വീട്ടുകാരും വെക്കുന്നുണ്ട്. അതുപോലെ ഹോട്ടലുകൾ, ലാൻഡ്സ്കേപ്പിങ്ങിൽ മെയിൻ ഒരു ഐറ്റാണ് ഗോൾഡൻ ബാമ്പു. നല്ല ഭംഗിയായി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റിയ ഏറ്റവും ഭംഗിയുള്ള മുളപ്പ് നിലവിൽ ഗോൾഡൻ ബാമ്പാണ്. ഇതിൻ്റെയും ചെറു സൈസ് 2-3 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുമ്പോൾ ഇപ്പോൾ 21 ഉണ്ട്, 18 ഉണ്ട്, 18 കവറുണ്ട്. പിന്നെ അതിൻ്റെ ചെറു സൈസായിട്ട് 12-13 കവറും അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. ഈ കാണുന്ന നമ്മളിപ്പോൾ തന്നെ കണ്ട സീസർ എന്ന് പറഞ്ഞ റംബൂട്ടാൻ്റെ ചെറുതൈകളാണ്. ചെറുതൈകൾ ഇതൊക്കെ ഒരു കൊല്ലയാ? ബഡ് ചെയ്തിട്ട് ഏകദേശം 1 കൊല്ലം. ബഡ് തൈകളാണ്. ഇത് നമുക്ക് ഏകദേശം 350 രൂപ മുതൽ കൊടുക്കാൻ പറ്റും റീറ്റെയിൽ. ഇവിടെ ഉണ്ടല്ലോ ബാമ്പു. അത് നമുക്ക് ഈ ഗോൾഡൻ ബാമ്പൂര് തന്നെ പച്ചയാണ്. ഗോൾഡൻ ബാമ്പൂര് മ്യൂട്ടേഷൻ വരുന്നതാണ്, കളർ ചേഞ്ച് വരുന്നതാണ്. തനി ഗോൾഡൻ ബാമ്പ് എങ്ങനെ നിൽക്കുന്നു അതേപോലെ വളരും കാര്യങ്ങളൊക്കെ. കളറ് മഞ്ഞയ്ക്ക് പകരം പച്ചയായിരിക്കുന്നു മാത്രം. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു റീറ്റെയിൽ ഒരു 350 രൂപ തോതിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇന്റർമംഗള. ഇത് കുള്ളനാണ്. കുള്ളം എന്ന് പറയാൻ പറ്റില്ല, നമുക്കത് മീഡിയം കുള്ളം എന്നാണ് പറയാം. കുള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഷോക്കി വെക്കുന്ന ഹിരഹള്ളി പോലത്തെ വെറൈറ്റികളാണ് കുള്ളം എന്ന് പറയാം. ഇത് മീഡിയം കുള്ളൻ, നമുക്ക് കാർഷിക വിളയായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പിൽ വരുന്ന കുള്ളൻ. അതും സെയിം ഇന്റർമംഗലയാണ്. പാലക്കാട് ഇതിലോട്ട് കൊണ്ടുപോയി? പാലക്കാടുണ്ട്. അവിടെ ഇപ്പോൾ നാളെയൊക്കെ ആയിട്ട് തൈകൾ വരുന്നുണ്ട് ബാലൻസ്. ഈ കാണുന്നത് നമുക്ക് N18 റംബൂട്ടാനാണ്. കൊച്ചു തൈകളല്ലേ? N18 ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറു സൈസ്. ഇതിലുള്ള തൈകൾ നമുക്ക് 175 രൂപ. ഇപ്പം നിലവിൽ കൂടുതൽ പോണതും സീസറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പം നിലവിൽ തോട്ടങ്ങൾക്ക് മെയിനായിട്ട് പോകുന്നത് N18 തന്നെയാണ്. N18 നമുക്ക് 175, 200 റേറ്റിലാണ് ഇപ്പോൾ നിലവിലുള്ള തൈകൾ. അത് നമുക്കൊരു 2000 പീസോളം ഇപ്പോൾ ഇന്ന് സ്റ്റോക്ക് വരുന്നുണ്ട്. ഈ സൈസും ഇതിൻ്റെ വലിയ തൈകളുമായിട്ട്. ഇതും സെയിം N18 തന്നെയാണ്. നമുക്ക് ഈ കാണുന്നതൊക്കെ ഹോം ഗ്രൗണ്ട് റംബൂട്ടാനാണ്. റോങ് റൈൻ എന്ന് പറഞ്ഞ വെറൈറ്റി. അത്യാവശ്യം ഹോം ഗ്രൗണ്ടാണ്. റോങ് റൈൻ മധുരം കൂടുതലാണ്. മധുരം കൂടുതലാണ്. അത്യാവശ്യം ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഐറ്റം വെക്കുന്നത്. ഗ്രോത്തും കൂടുതലാണ്. ഹോൾസെയിൽ ഉണ്ട്. റീറ്റെയിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 400 രൂപയ്ക്ക് കിട്ടുന്ന തൈകളാണ്. അതും ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഒരു 6 അടി 7 അടി കൊണ്ട് ഉയരം പറയാം. അത്ര വലിപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ നമുക്ക് ഏകദേശം ഒരു 200-300 പീസ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇനി അവിടെ ഒരു കുറച്ച് ബാമ്പു ഉണ്ടല്ലോ, അത് മറ്റേ ന്യൂ ഇറിഗേഷൻ ബാമ്പു അല്ലെങ്കിൽ ഡ്രാഗൺ ബാമ്പു എന്നൊക്കെ പറയും. അതും ഈ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അത് ഹൈറ്റ് വരത്തില്ല. നമ്മുടെ നോർമൽ വൈറ്റ് ബാമ്പുവിന് പകരം വീതി കൂടിയ ഇലകളായിട്ട്, നമ്മുടെ ഗോൾഡൻ ബാമ്പുവിൻ്റെ പോലത്തെ വീതി കൂടിയ ഇലകളായിട്ട് വരുന്ന വെരിഗേറ്റഡ് ബാമ്പു. ഇവിടെ കുറച്ച് റംബൂട്ടാനുണ്ടല്ലേ? ഇതൊക്കെ ഹോം ഗ്രൗണ്ട് തന്നെയാണ്. അല്ലല്ല, നമ്മൾ ഈ ഹൈറ്റുള്ളതെല്ലാം റോങ് റേഞ്ച് വെറൈറ്റിയാണ്. ഈ കാണുന്നതൊക്കെ സ്കൂൾ ബോയ്. ഇത് നമുക്ക് ഷെൽഫ് ലൈഫ് കുറവ്, സമയം വെക്കാൻ പറ്റില്ല. അത് നമുക്ക് 400 രൂപ തന്നെയാണ്. പിന്നെ അവരുടെ തന്നെ മഹാർലിക എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അത് പുതിയതാ? അല്ല, ഒരു 2-3 കൊല്ലമൊക്കെ പഴക്കമുള്ള തൈകൾ. 2-3 കൊല്ലം വരുന്ന തൈകളാണ് മഹാർലിക. ഈ കാണുന്നത് ബിഞ്ചായി, അതിൻ്റെ ബാക്കിൽ N18. ഏകദേശം 5 വെറൈറ്റി നമുക്ക് ഹോം ഗ്രൗണ്ട് മാത്രം ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഈ കണ്ടത് നേരത്തെ കാണിച്ച ഡ്രാഗൺ ബാമ്പു അല്ലെങ്കിൽ ന്യൂ ഇറിഗേഷൻ ബാമ്പുവിൻ്റെ ചെറുതൈകളാണ്. നമുക്ക് ഏകദേശം ഒരു 300 രൂപയ്ക്ക് റീറ്റെയിൽ റേറ്റ് വരുന്ന തൈകളാണ്. ഈ കാണുന്നതൊക്കെ യുജീനിയ ഏറ്റവും ചെറുതൈകൾ. ഒരു 50 രൂപ 50 രൂപയിൽ താഴെയൊക്കെ റേറ്റ് വരുന്ന സൈസ് തൈകളാണിത്. പിന്നെ അതെന്താ നാരകോ ആയിരിക്കണം? അത് നാരകം, നമ്മുടെ സീഡ്ലെസ് നാരകത്തിൻ്റെ വെരിഗേറ്റഡ്. സീഡ്ലെസ്സിൻ്റെ വെരിഗേറ്റഡ് അത്യാവശ്യം നന്നായി കാ പിടിക്കുന്ന വെറൈറ്റിയാണ് നമ്മുടെ കാലാവസ്ഥയിൽ. ഇത് കാ പിടിക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്നതിന് ഫ്ലവറാണ്. കാ പിടിക്കാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ സീഡ്ലെസ് നാരകം എങ്ങനെയാണ് അത്ര കാ പിടിക്കില്ലെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഇത് അത്യാവശ്യം ഒരു 2 അടിക്കുള്ള 2 അടി 3 അടിയുള്ള തൈകളാണ്.
ഇതിൽ നമുക്ക് നിറയെ കാച്ച് കിട്ടാറുണ്ട്. ഇതിൻ്റെയും സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ അവൈലബിൾ ആണ്. ഇതെന്താ ഈ ചെടി? ഇത് നമ്മൾ ഓർണമെൻ്റായിട്ട് വെക്കുന്ന എക്സിക്കോളിമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലയുടെ അടിഭാഗം റെഡ് കളറാണ്, മുകൾ ഭാഗം വെരിഗേഷൻ വരും. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 40-45 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. നമ്മളെ പഴയ ഹെലിക്കോണിയുടെ ഇപ്പോൾ വെരിഗേറ്റഡ് ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ഹൈക്കോണി വെരിഗേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 40 രൂപ 50 രൂപയുടെ ഉള്ളിലാണ് മാക്സിമം വരുന്നത്. നമ്മളെ ഗാർഡൻ്റെ ഫ്രണ്ട് സെക്ഷൻ ഉണ്ട് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ ഗാർഡൻ പരന്നിങ്ങനെ കിടക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകാം. നമ്മൾ ഈ കാണുന്നത് കൂടുതൽ ഇൻഡോർ സെക്ഷനും പിന്നെ നമുക്ക് മഴ കൊള്ളാണ്ടിരിക്കേണ്ട ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ മാതളത്തിൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കായ്ക്കുന്നതും ഉൾഭാഗം നല്ല റെഡ് കളർ വരുന്നതും മൂക്കുമ്പോൾ വിണ്ട് കീറാത്തതായിട്ടുള്ള വെറൈറ്റിയാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ കൂടുതൽ വരുന്ന ടൈപ്പ് ഇപ്പോൾ ഇതാണ്. നല്ല ബ്ലഡ് ഓറഞ്ചിൻ്റെ കളറുള്ള ടൈപ്പ്. ഇത് എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും നമുക്കത്? ഇത് നമുക്ക് വേനൽക്കാലം ഈ വരുന്ന വേനൽക്കാലത്തേക്ക് കായാവും. ഇതങ്ങനെ കൊല്ലത്തോളം ഒന്നും പിടിക്കില്ല. മഴ സീസണിൽ ഉണ്ടാവില്ല, വേനൽക്കാലത്ത് നമുക്ക് കായാവും. ഇത് നമുക്ക് ഗ്രാമ്പൂൻ്റെ തൈകളാണ്. ഗ്രാമ്പൂ അതൊക്കെ സീഡ് തൈകളാണ്. നമുക്ക് ഈ കാണുന്നത് പിന്നെ വർണിക എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മുടെ അഗ്ലോണിമ ഒക്കെ ഒരു വർത്തിപ്പെട്ട റേറ്റാണ് വർണിക. നമുക്ക് പോട്ടിലാണ് അഗ്ലോണിമക്കെല്ലാം ഭംഗിയുള്ള നമുക്ക് ഒരു ടേബിൾ മുതൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഇൻഡോർ വെക്കാൻ പറ്റുമോ? ഇൻഡോർ വെക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല കളറാണ്, നല്ല അട്രാക്ഷൻ ടൈപ്പ് കളറാണ്. ഇതെങ്ങനെ റേറ്റ്? ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ ഏകദേശം 250-300 അടുത്ത് റേറ്റ് വരും. ഇവിടെയൊക്കെ കുറച്ചുണ്ടല്ലോ. നമുക്ക് ബോർഡറാളിയ ലാൻഡ്സ്കേപ്പിൽ ബോർഡറായിട്ട് വെക്കുന്ന ടൈപ്പ് ഷേപ്പ് ചെയ്ത് ബോൾ ഷേപ്പിലോ അങ്ങനെ വെട്ടി നിർത്താൻ പറ്റുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. നമുക്കൊരു 50 രൂപ തരാൻ റേറ്റ് വരിക. അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ആണ്, ബോർഡറായിട്ട് വെരിഗേറ്റഡ്. ഇതെന്താ ഇവിടെ? ഇത് മൾബറി ആണ്? അല്ല, ഇത് നമുക്ക് സെല്ലം എന്ന് പറയും. സെല്ലം അത് നമുക്ക് ഫ്രൂട്ടാണോ? അല്ലല്ല, ഓർണമെന്റലാണ്. ലാൻഡ്സ്കേപ്പിൽ വെക്കുന്നുണ്ട്, ഇൻഡോർ ആയിട്ട് വെക്കുന്നുണ്ട്. ഫിലോഡൻഡ്രത്തിന്റെ ഒരു വെറൈറ്റി പെട്ടതാണ്. വലിപ്പം വരും, വലിയ ചെടിയാവും. നമ്മൾ കവറൊക്കെ മാറി നിലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഒരു 3 അടി 4 അടി ഹൈറ്റ് വരും. നല്ല ഭംഗി. ചെറുതായ കാര്യമാണ്. ഇപ്പോൾ ഒരു ഔട്ട്ഡോർ ആയിട്ട് വയ്ക്കാം. ഔട്ട്ഡോർ എന്ന് വെച്ചാൽ വെയിൽ ആവശ്യമില്ല. ഇതാണ് നമ്മൾ നേരത്തെ ഗ്രാമ്പൂന്റെ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. ഈ കണക്ക് നമുക്ക് നന്ദിയാർവട്ടം, നമ്മുടെ പഴയ ടൈപ്പ് നന്ദിയാർവട്ടത്തിന്റെ തൈകളാണ്. ഇത് ഗ്രീനാണ്. റേറ്റ് ഒരു ഏകദേശം 30 രൂപയാണ്. 30 രൂപ. ഇത് നമുക്ക് അത്യാവശ്യം വെട്ടി നിർത്താം, ബോർഡർ പോലെയൊക്കെ വെച്ച് വെട്ടി നിർത്താൻ പറ്റുന്ന ടൈപ്പാണ്. ഇതൊക്കെ അഗ്ലോണിമ വെറൈറ്റിയിൽ വരുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിങ്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക്. നമ്മൾ ആ കാണുന്നതൊക്കെ നമ്മുടെ മോൺസ്റ്ററുടെ ഒരു വെറൈറ്റി, മോൺസ്റ്ററുടെ മിനിയേച്ചർ ടൈപ്പാണ്. അതൊക്കെ കാണാൻ. ഇതൊക്കെ പെൻഡാനാസ് എന്ന് പറയും. പെൻഡാനാസ് ഇത് നമുക്ക് ബോർഡർ ആയിട്ട് വെക്കുന്ന ടൈപ്പാണ്. ഔട്ട്ഡോർ വെക്കാം, ഇൻഡോർ ആയിട്ടും വെക്കാം. നമ്മൾ ഈ കാണുന്നത് ഡെക്കോമയാണ്. ഡെക്കോമ നമുക്ക് ഫ്ലവർ ആയിട്ടാണ്. ഇതുപോലെ ഫ്ലവറിലുണ്ടാവും. പഴയ ടൈപ്പാ. പഴയ ചെടി പഴയതാണ്. നമുക്ക് ഇത് കളർ വരുന്നത് മൾട്ടി കളർ, പുതിയ കളർ. നോർമലി ഇതിന്റെ ഓറഞ്ചാണ് വരാത്, ഇതിന്റെ മൾട്ടി കളർ വരുന്നതാ. ഈ കാണുന്നത് നമുക്ക് ടൈഫം ബാച്ചിയുടെ ഒരു വെറൈറ്റിയാണ്. 60 രൂപ മാത്രമൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇതും ഔട്ട്ഡോർ ആണ്, പ്യൂർ ഔട്ട്ഡോർ ആണ്. ഇത് ഔട്ട്ഡോർ വയ്ക്കാം. ഇത് വെയിലൊക്കെ പ്രശ്നമില്ല. ഔട്ട്ഡോറും വയ്ക്കാം, ഇൻഡോറും വയ്ക്കാം. നമ്മൾ ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ റെഡാണ്. റെഡ് പാഷൻ ഫ്രൂട്ട് ഏകദേശം 20 രൂപ 25 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഈ കാന്തല്ലൂരൊക്കെ കാണുന്ന ഒരു പാഷൻ ഫ്രൂട്ട് ഇല്ലേ? ഇത് സ്വീറ്റ് അല്ല, ഇത് നോർമൽ ടൈപ്പാണ്. നോർമൽ പെർപ്പിൾ എന്ന് പറയും. റെഡാണ്, പക്ഷേ മധുരല്ല. വലുപ്പമുള്ള കായകളാണ്. നോർമൽ പാഷൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആണ്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഊതിന്റെ തൈകളാണ്. ഊത് അഗ്രവുഡ്. ഇത് പിന്നെ വലിയ മരമായി കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം അല്ലേ? നല്ല സമയം എടുക്കും. മുന്തിരി തൈ. ഈ കാണുന്ന മുന്തിരി നോർമൽ ബ്ലാക്ക് സീഡുള്ള ടൈപ്പ് മുന്തിരിയുടെ തൈകളാണ്. നോർമൽ മുന്തിരി അല്ലേ? പുളി മധുരം കൂടി ഉള്ളത്. അതെ അതെ. അതിൽ ബ്ലാക്ക് ഈ കമ്പ് കുത്തി പിടിപ്പിക്കുന്നതാണോ? ഇതൊക്കെ കമ്പൂത്താണ് വരിക. ക്രാഫ്റ്റ് ഒന്നും അല്ല. അല്ല, ഇത് ക്രാഫ്റ്റ് വരാറ്. നോർമൽ ഒരു 6 മാസം കൊണ്ടൊക്കെ കായ്ക്കില്ല, പെട്ടെന്ന് കായ്ക്കില്ല. ഇത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വേനൽക്കാലമാണ് വേണ്ടേ. നമുക്ക് 6 മാസം ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ കായാവും. ഇതൊക്കെ ഗാർഡൻ പ്ലാന്റ്സ് ആണ് കൂടുതൽ അല്ലേ? നേരത്തെ നമ്മൾ കണ്ട സഫ്ലോറ, അതുപോലെ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്. ഗ്രൗണ്ട് ഓർക്കിഡിന്റെ എത്ര കളർ ഉണ്ട് ഇവിടെ? നമുക്കിപ്പോൾ നിലവിൽ ഇതിൽ വൈലറ്റ് മാത്രമേ ഉള്ളൂ. അതല്ലേ? ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അതിൽ പല യെല്ലോ പിന്നെ മൾട്ടി കളറൊക്കെ വരാറുണ്ട്. ഇതാ ഈ ചെടി പുതിയത് വന്നത് കലാത്തിയുടെ ഒരു വെറൈറ്റി. ഇതിന്റെ പേര് അറിയില്ല. കലാത്തിയിൽ പെട്ടാണ്. നല്ല രസമുണ്ടല്ലേ? പൂവും ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. എന്ത് വില ഉണ്ട് സാധനം? ഇത് നമുക്ക് ഏകദേശം ഒരു 80-100-നുള്ളിലാണ് റീറ്റെയിൽ വരിക.
അവിടെ മുരിങ്ങിരിപ്പുണ്ടല്ലോ, അത് വെറൈറ്റി സാധനമാണോ? തായ്ലൻഡ് മുരിങ്ങയാണോ? നമുക്കൊരു 5-6 മാസം കൊണ്ട് നല്ലപോലെ കായ്ക്കുന്ന ടൈപ്പ് മുരിങ്ങയാണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കായകളില്ലേ, അത്യാവശ്യം വലുപ്പമുള്ള നീളമുള്ള മീറ്റർ മുരിങ്ങയെന്നൊക്കെ പറയും ചിലർ. അതുപോലത്തെ വലുപ്പമുള്ളതിൻ്റെ കായകളാണ്, തൈകളാണ്. ഏകദേശം ഒരു 5-6 മാസം കൊണ്ടൊക്കെ തന്നെ ഇത് കാഴ്ച കിട്ടും. വെട്ടി നിർത്തണമെന്ന് മാത്രം, വെട്ടാതെ വിട്ടാൽ ഒറ്റ കമ്പായിട്ട് പോകും. ജെറ്റ് റൂഫ എന്ന് പറഞ്ഞാൽ ഗാർഡൻ പ്ലാന്റ് ആണ്. ഒക്കെ ഒരു നിസ്സാരം 35 രൂപ ഒക്കെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഈ കാണുന്ന പോലെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാവും. പപ്പായ ഇത് നമുക്ക് റെഡ് ലേഡിയാണ്. റെഡ് ലേഡിയുടെ കവർ ചെഞ്ചിട്ടുള്ള തൈകളാണ്. ഞങ്ങളവിടുത്തെ പാലക്കാട് കുറെ റെഡ് ലേഡി വെച്ചിരുന്ന കാഴ്ച ഇല്ല, അപ്പോൾ വെച്ച് വലുപ്പമായി വരുന്നുള്ളൂ. അതല്ലേ, കുറെ വെച്ചിട്ടുണ്ടല്ലോ അവിടെ. പിന്നെ ഇതൊക്കെ ഗാർഡൻ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പെൻഡാനാസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. 35-40 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ കാണുന്ന നമുക്ക് കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയും, ലൻഡാന. അതാണ് പഴയ കാലത്തുള്ള. അതെ, പഴയ ഇത് ഒരു വൈലറ്റ് വെറൈറ്റി. നോർമലി നമുക്ക് റെഡ് കളറാണ് വരാറ്. നാട്ടിൽ കാണുന്നല്ല, ഇത് അതിന്റെ ലാവൻഡർ അല്ലെങ്കിൽ വൈലറ്റ് എന്നൊക്കെ പറയും. ഇത് വിയറ്റ്നാം മെർലിയുടെ. ഇത് എത്ര അടി ഉണ്ട് ഹൈറ്റ്? ഇതിപ്പോ നിലവിലുള്ള ഹൈറ്റ് ഒരു 2.5 അടി ഹൈറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു 1.5 അടി തൊട്ട് ഒരു ഏവറേജ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. റേറ്റ് സെയിം ആണ്. ഈ പറഞ്ഞ 1.5 അടി ആയാലും ഈ 3 അടി ഹൈറ്റ് വന്നാൽ നമുക്ക് റേറ്റ് സെയിം ആണ്. റീറ്റെയിൽ വരെ 150 രൂപയാണ്. നല്ല കരുത്തുള്ള ചെടികൾ, നല്ല തൈകളാണ്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗി വരണക്കുള്ള ചെടികളാണ്. അടി തൊട്ട് ഇലകളുള്ള അത്യാവശ്യം ഉണ്ട്, ചില്ലകൾ പൊട്ടി തുടങ്ങിയുള്ള ടൈപ്പ് തൈകളാണ്. ഈ മാവ അതൊരു നമുക്ക് നാംഡോക്മയാണ്. അതെ, നാംഡോക്മയുടെ ഏതാ ഗ്രീൻ? അത് ഇത് ഗോൾഡ്. നല്ല പ്രായം, അത്യാവശ്യം പഴക്കമുള്ള ടൈപ്പ് തൈകളാണ്. നല്ല വലിപ്പമുണ്ടല്ലോ. അത്യാവശ്യം കൈത്തണ്ട കനുള്ള തൈകളാണ്. അത്യാവശ്യം ഒരു 3 കൊല്ലം 4 കൊല്ലമൊക്കെ ഇത് കായ്ച്ചപ്പോ ഒരു 2-3 കൊല്ലമായിട്ട് കായ്ക്കുന്ന ടൈപ്പ് തൈകളാണ്. ചെറുതിലേ കായ്ക്കുന്ന ടൈപ്പാ. ഇത്ര വലിപ്പമുള്ള ചെടികളൊക്കെ എന്ത് വില വരുന്നത്? ഇത് നമുക്ക് ഇവിടെ ഇപ്പോൾ റീറ്റെയിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ഒരു 400-500 രൂപ റേറ്റാണ് ഈ സൈസ് കൊടുക്കുന്നത്. ഏകദേശം 4 കൊല്ലമൊക്കെ പഴക്കമുള്ള 2-3 കൊല്ലമായിട്ട് നമ്മുടെ പോയി നമുക്ക് ഒറ്റ കൊല്ലം കൊണ്ട് കാഴ്ച കിട്ടും. 1 കൊല്ലം 1.5 കൊല്ലം മാക്സിമം മതി. നമുക്കിത് ആത്തേര തൈകളാണ്. ആത്ത രാമപ്പഴം എന്നൊക്കെ പറയും. നമ്മുടെ സീതപ്പഴത്തിൻ്റെ ഒക്കെ പോലെ തന്നെ രാമപ്പഴം. ഇത് ചെയ്തു വെച്ചിട്ടുള്ള ബഡാണത്. ഇത് ഗ്രാഫ്റ്റ് തൈകളാണ്. ചെറുതൈകൾ നമുക്ക് കവർ മാറി വെച്ചേക്കുന്നതാണ്. ഏകദേശം നമുക്കൊരു 1 കൊല്ലം കൊണ്ടൊക്കെ തന്നെ കായ്ക്കുന്ന ടൈപ്പ് വെറൈറ്റികളാണ് രാമപ്പഴം. പിന്നെ അത് സീതപ്പഴമാണ്, സീതപ്പഴത്തിൻ്റെ ഗ്രീൻ. നമുക്ക് ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന ടൈപ്പ് വെറൈറ്റികളാണ്. ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് കായ ഒരു പൊടിക്ക് വലിപ്പമുള്ളത് വരും. നമുക്ക് ഇതാണ് NMK ഗോൾഡ് എന്നൊക്കെ പറയും. NMK ഗോൾഡ് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരും. അത്യാവശ്യം നല്ല നമ്മുടെ ഒരു ഗ്രീനിന്റെ ഒക്കെ ഒരു ഡബിൾ സൈസ് വരും. ഇതാണ് മറ്റേ ബഡാണത്? അല്ല, ഇതെല്ലാം ഗ്രാഫ്റ്റുകളാണ്. 1 ഇയർ മതി, ഒറ്റ കൊല്ലം മാക്സിമം 1-1.5 കൊല്ലം. ഒരു 5 അടി 6 അടി ആകുമ്പോഴത്തേനും തന്നെ നമുക്ക് കാച്ചു തുടങ്ങും. ഇതിൽ തന്നെ റെഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. റെഡ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വൈകാതെ തന്നെ അതും തൈകൾ വരുന്നതാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബ്ലാക്ക് സ്വർണ്ണാഞ്ചറിയാണ്. സ്വർണ്ണാഞ്ചറിയുടെ ബ്ലാക്ക് അത് നമ്മൾ കവർ മാറി ഇത്തിരി വലുതാക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇതിൻ്റെ ചെറുതൈകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ അത്യാവശ്യം നമുക്കൊരു 1.5 അടി ഒക്കെ വലുപ്പമുള്ള തൈകളാണ്. ഇതും ഏകദേശം 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ടൊക്കെ തന്നെ കാക്കി ഒരു 3-4 അടി ഹൈറ്റ് ആകുമ്പോഴത്തേനും കാച്ചു തുടങ്ങുന്ന ടൈപ്പ് വെറൈറ്റികളാണ്. ഇവിടെ മൾട്ടി ബാമ്പു ആണ്. ചെറിയ ഇലകളും ഓവർ ഹൈറ്റ് വരാതെ വല്ല ഏരിയ കവർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ചെറിയ ഇലകളാണ്, ഒരു 6 അടി 7 അടിയൊക്കെ ഹൈറ്റ് വരത്തുള്ളൂ. നല്ല ബഞ്ചായി കവറായി നിൽക്കും. ഒരു തരി പോലും ബാക്കിലോട്ട് കാണാത്ത രീതിയിൽ ഫില്ലായി നിൽക്കും. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മഹാഗണിയുടെ തൈകളാണ്. മരമായിട്ടൊക്കെ പലരും ഇപ്പോൾ പറമ്പിലും ഒക്കെ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 20 രൂപയാണ് റേറ്റ് വരിക. 20 രൂപ, ഏകദേശം 1.5 അടിക്ക് വലുപ്പമുള്ള തൈകളാണ്. ഇത് മരത്തിന് മുമ്പൊക്കെ നമുക്ക് കാതലിന് വേണ്ടി ഇതിപ്പോൾ അല്ലാതെയും പറമ്പിൽ വെക്കുന്നവരുണ്ട്. തടി വലുപ്പമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വില കിട്ടുന്ന ടൈപ്പാണ് ഇപ്പോഴും. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ജബോട്ടിക്കാബയുടെ സബാറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കൂടുതൽ ടൈം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 8-9 കൊല്ലം എടുക്കില്ല കായ്ക്കാൻ. നമുക്കിതിപ്പോൾ ലെയർ തൈകളാണ്. ഇപ്പോൾ വരുന്ന എല്ലാം ലെയർ തൈകളാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ ചില ബാച്ചൊക്കെ നമുക്ക് വരുമ്പോൾ കവറിൽ ഫ്ലവർ ചെയ്ത് വരാറുണ്ട്. എന്നിരുന്നാലും ഒരു 3-4 കൊല്ലം കൊണ്ടൊക്കെ ഒരു 90% നമുക്ക് കായ്ക്കേണ്ടതാണ്. പഴയ പോലെ 8 കൊല്ലമൊക്കെ നമുക്ക് CD വരുന്ന തൈകൾക്കാണ് 8 കൊല്ലം 7 കൊല്ലമൊക്കെ പറയാം. ഇത് കട്ടിങ്സും ലെയറൊക്കെ വരുന്ന കാരണം നമുക്കൊരു 3-4 കൊല്ലം കൊണ്ടൊക്കെ തന്നെ കായ് വരും. ഇതിൻ്റെ നമുക്ക് ഒരു 5 അടിക്കുള്ള പ്ലാന്റുകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ നോർമൽ യെല്ലോ ബാമ്പുല്ലേ, നോർമൽ മഞ്ഞമുള, നമുക്ക് വലിയ ഗോൾഡൻ ബാമ്പു അല്ല, സാധാ മഞ്ഞമുള.
അതിൻ്റെ തൈകൾ നമുക്ക് ഏകദേശം ഒരു 50 രൂപയുടെ വലിയ മുളയെ പോകുന്നത്. അതെ അതെ അതെ, നമുക്ക് ഈ വാർക്കൊക്കെ നമുക്ക് കുത്തു കൊടുക്കാനായിട്ട് ഉപയോഗിക്കില്ല, ആ ടൈപ്പ് അതായിരിക്കുന്നത്. ആ കാണുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ മൾട്ടി ബാമ്പിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഇതുപോലെ മൾട്ടി ബാമ്പ് ഇരിക്കുക, നല്ല പഞ്ചായി വരും. എന്തൊരു വെറൈറ്റി രണ്ടെണ്ണം ഇല്ല, രണ്ട് ബാച്ച് ആയിട്ട് വന്നതാണ്. മുമ്പ് വന്ന ബാച്ചാണ്. വളത്തിൻ്റെ കുറവ്, ശരിക്കും വളത്തിൻ്റെ കുറവ് നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോൾ വന്ന ബാച്ചാണ് ഇത്. നമ്മുടെ അവിടെ ചെടിയത് സെയിം മഹാഗണി. ശരിക്കും വളം നന്നായി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കളർ വരും. ഒരു മാസം കൊണ്ടൊക്കെ ഈ മഞ്ഞപ്പ് മാറി പച്ചയിലോട്ട് മാറും. ഇനി നമുക്ക് അങ്ങോട്ട് പോലെ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. ഇതിലപ്പോൾ കുറേ ടൈപ്പ് വരുന്നുണ്ടല്ലേ? സീതപ്പഴത്തിൽ 3 ടൈപ്പ്. സീതപ്പഴത്തിൽ ഇനിയും കുറേ വെറൈറ്റികളുണ്ട്. നമ്മളിപ്പോൾ നിലവിൽ ഈ 3 ടൈപ്പാണ് ചെയ്യുന്നത്. സീതപ്പഴം ഒരുപാട് കായ്ക്കില്ല നമ്മുടെ നാട്ടിൽ. ആ സീതപ്പഴം നന്നായി കായ്ക്കുന്നുണ്ട്. അനോന ഫാമിലിയാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇതുവരെ നമ്മുടെ നാട്ടിലേക്ക് വരാത്ത ആയിട്ടുള്ള കുറേ വെറൈറ്റികളുണ്ട്. നമ്മുടെ നോർമൽ ഇസ്രായേലത്തിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മഴ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ കവർ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കവർ ചേഞ്ച് ചെയ്യാത്ത തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 75 രൂപയ്ക്കാണ് ഇതിൻ്റെ കവർ ചേഞ്ച് ചെയ്യാത്ത റേറ്റ് വരിക. ഇത് നമ്മളിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് സെയിലിനാവുള്ളൂ. അത്യാവശ്യം നല്ലൊരു 3 അടി 4 അടി ഹൈറ്റൊക്കെ ആകുമ്പോഴത്തേനും കാച്ചു തുടങ്ങും. നമ്മൾ ഈ കാണുന്നത് ബുദ്ധ ബാമ്പുമാണ്. ബുദ്ധ ബെല്ലി ബാമ്പു എന്നൊക്കെ പറയും. ഇത് ഹൈറ്റ് വരില്ല, ഇതൊരു 7 അടി ഒക്കെ ഹൈറ്റ് വരത്തുള്ളൂ. ഇതിൻ്റെ ഈ ഉടക്കുകളുടെ ഇടയിൽ ബോൾ പോലെ വരും, കിഴങ്ങ് പോലെ വരും. ബുദ്ധ ബെല്ലി എന്നൊക്കെ പറയും. നമ്മുടെ വയറ് പോലെ വീർത്തിരിക്കും ഇത്തണ്ട്. ഇത് കുറച്ചും കൂടി വട്ടം കൂടി തയ്യാണ് ഇതിൻ്റെ. തണ്ടിൻ്റെ വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ മയിലൊക്കെ പീലി പിടിക്കില്ലേ, അതുപോലെ എല്ലാ ഭാഗത്തോട്ടും വരില്ല. ഈ സൈഡിലോട്ടും മാത്രമേ അതിൻ്റെ ശിഖരങ്ങൾ വരുള്ളൂ. അതായത് ഇങ്ങനെ മാത്രമേ വിശറി പോലെ കാണുള്ളൂ. നല്ല ഭംഗിയുള്ള ടൈപ്പ് വെറൈറ്റിയാണ്. ലാൻഡ്സ്കേപ്പിന് കൂടുതലായിട്ട് ഇത്ര വർഷങ്ങളായിട്ട് പോകുന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് സഫ്ലോറ എന്ന് പറഞ്ഞൊരു ഇൻഡോർ ഐറ്റമാണ്. ഇൻഡോർ ഔട്ട്ഡോറും വെക്കാം. മെയിൻലി ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി വെക്കുന്ന, ഭംഗിക്ക് വേണ്ടി വെക്കുന്ന റേറ്റാണ്. ഇതൊക്കെ നമുക്ക് മുമ്പ് തൊട്ടുള്ള ടൈപ്പ് വെറൈറ്റികളാണ്. നമ്മളെ പഴയ അരണമരം നമുക്ക് ട്രൂപ്പിംഗ് അശോക എന്നൊക്കെ പറയും. ഇത് അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ മരങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റിയ ഈ ട്രൂപ്പിംഗ് അശോകയുടെയാണ്. അത് നമുക്ക് കോസ്റ്റസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്ലാന്റ് എന്നൊക്കെ പറയും. ഗാർഡൻ ആയിട്ടാണ് നമ്മൾ. ഇതാണ് അതിൻ്റെ വലുപ്പമുള്ള തൈകൾ. ഇൻസുലിൻ പ്ലാന്റ് ഒരു ചെറിയ ഫ്ലവർ വരും. ഫ്ലവർ ഇത് വിരിയില്ല, ഇത് ഇങ്ങനെ നിൽക്കും. അത്യാവശ്യം നമുക്ക് ലാൻഡ്സ്കേപ്പിന് നന്നായി മൂവ്മെന്റ് റേറ്റാണ്. ചെറുതൈകളാണ്. ഇത് നമുക്ക് റീറ്റെയിൽ വരെ ഏകദേശം 60 രൂപ. പിന്നെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ കാരക്കയില്ലേ, പണ്ട് തൊട്ടേ ഉപ്പിലൂടെ കിട്ടുന്ന കാരക്ക, ആ കാരക്കയുടെ സ്വീറ്റ് വെറൈറ്റിയാണ്. അതിന് തന്നെ ലെയർ തൈകളാണ്. ഇതുണ്ടോ ഫ്ലവർ, ഇതാണ് നോക്കി, ചെറിയ തൈ. പെട്ടെന്ന് കായ്ക്കുന്നു. മധുരകാരക്ക നമ്മുടെ അമ്പഴൊക്കെ പോലത്തെ ടൈപ്പ് വെറൈറ്റിയാണ്. അതിൻ്റെ തന്നെ നോർമലിൻ്റെ മധുരകാരക്ക പെട്ടെന്ന് കായ്ക്കും. നമുക്ക് 1 കൊല്ലം മാക്സിമം. ഈ ചെറുതിലെ ഫ്ലവർ കണ്ടില്ലേ? ഇതോ നമ്മൾ ഈ കാണുന്ന നമ്മുടെ സ്ട്രോബെറി പേര റെഡിൻ്റെ ഏറ്റവും ചെറിയ തൈകളാണ്. വളരെ ചെറുത്. ഇതൊക്കെ ഇപ്പോൾ കായ്ക്കണ സമയത്തെടുക്കും. ഇല്ല, നമുക്കിതൊക്കെ സ്ട്രോബെറി പേര റെഡ് ആയതുകൊണ്ട് നമുക്കൊരു 1.5-2 കൊല്ലം മാക്സിമം. കാപിടുത്തം നോർമലി കുറവാണ് യെല്ലോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നിരുന്നാലും 2 കൊല്ലം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഫ്ലവർ ഇത് കാപിടിച്ച് തുടങ്ങും. എത്ര റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ 40 രൂപ. ഇതൊക്കെ നമുക്ക് കാപ്പിയുടെ തൈകളാണ്. കാപ്പിയുടെ റോബസ്റ്റ എന്ന് പറഞ്ഞ വെറൈറ്റി തൈകളാണ്. ഈ കാണുന്നതൊക്കെ മധുരകാരക്കയുടെ ഒരല്പം കൂടി വലുപ്പമുള്ള തൈകളാണ്, പഴയ സ്റ്റോക്കാണ്. നമ്മളിത് പിന്നെ സഡാർബേ ചെറി എന്നൊക്കെ പറയും. ആ ചെറിയുടെ ഒരു ലെയർ തൈകളാണ്. പിന്നെ നമുക്ക് മംഗോസ്റ്റീൻ. ഇത് എത്ര തട്ടായത്? മംഗോസ്റ്റീൻ നമുക്ക് ഇതിന് ഒരു 5 തൊട്ട് 6 തൊട്ടൊക്കെയാണ്. 5 അടി 6 അടി വലുപ്പമുള്ള തൈകളാണ്. റേറ്റ് എത്ര വരുന്നുണ്ട്? നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ ഏകദേശം ഈ സൈസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വരുന്നൊരു 1000 രൂപ. ഇതിൻ്റെ ഒരു ഇത് സീഡല്ലേ? ഒക്കെ സീഡും ഗ്രാഫ്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലുള്ളതൊക്കെ സീഡ് തൈകളാണ്. ഗ്രാഫ്റ്റ് വരുന്നത് നമുക്കൊരു 70 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 70 തൊട്ട് ഒരു 1200 വരെയുള്ള തൈകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട കവുങ്ങിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് മോഹിത്തിനാർ എന്ന് പറയും. ഇത് നമുക്ക് ഉയരം വരുന്ന വെറൈറ്റിയാണ്. മെയിനായിട്ട് തോട്ടത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഇൻട്രമങ്ങട മോഹിത്തിനാർ. അതിൻ്റെ മോഹിത്തിനാറാണ് ഹൈറ്റ് വരുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. ഇത് എത്ര സമയം എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്? നമുക്കൊരു 3-4 കൊല്ലം കൊണ്ടൊക്കെ തന്നെ കാച്ച് കിട്ടുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം തോട്ടം ഉപയോഗിക്കുന്ന പറയുമ്പോൾ നമുക്ക് കേടുകൾ കുറവാണ്. കാപിടത്ത് നിന്നുണ്ടാവും, വലുപ്പമുള്ള കായകളുമാണ്.
ഇതിന് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്, റീറ്റെയിലും ഹോൾസെയിലും അവൈലബിൾ ആണ്. 25 രൂപയുടെ താഴെ മാത്രമേ, 22 താഴെ മാത്രമാണ് നമുക്ക് റേറ്റുകൾ വരിക. നമ്മളിത് വില കൃത്യമായിട്ട് പറയാത്തത് കൊണ്ടുപോയി വിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ രീതിയിലാണ് നമ്മൾ വിൽക്കണേക്കാളും വലിയ ശതമാനം മാറ്റം വരുന്ന കൂട്ടിന് പറയുന്നത്. ആ പറയുന്ന റേറ്റിനും ഒരു 10% കുറച്ചായിരിക്കും കിട്ടുക, അതിന് വിട്ട് എന്തായാലും കൂടില്ല. പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് വരുമ്പോൾ നമ്മുടെ കാജി ലെമൺ അല്ലെങ്കിൽ ആസാം ലെമൺ എന്നൊക്കെ പറയുന്ന അതിൻ്റെ വലിപ്പമുള്ള തൈകളാണ്. നമുക്ക് സാമ്പിളിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്, ആൾക്കാർക്ക് കായ കാണിക്കാൻ വേണ്ടിയിട്ട്. പലരോടും നമ്മളിത് പറഞ്ഞിട്ട് അവർക്കൊരു കായ്ക്കില്ല എന്നൊരു വിശ്വാസമാണ്. അത്യാവശ്യം നമുക്ക് ലെങ്ത് വരുന്ന ടൈപ്പ് നാരകമാണ്, ബോൾ ടൈപ്പ് അല്ല, അത് ഓവലാണ്. അത്യാവശ്യം നമുക്കൊരു പക്ഷേ സാധാരണ ചെറുനാരങ്ങയുടെ ഉപയോഗം തന്നെയല്ലേ? അല്ല, നമുക്കിത് സലാഡിന് കരിച്ചിട്ട് നല്ലതാണ്. പുള്ളി കുറവാണ്, നമുക്ക് ഡയറക്റ്റ് ഉപ്പ് കൂട്ടി കടിച്ച് തിന്നാം. അത്യാവശ്യം നല്ല പോലെ കായ്ക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ചെറുതൈകളും വലുതൈകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഒരു നന്നായി കായ്ക്കുന്ന ടൈപ്പാണ്. ബാക്കി നമ്മൾ ഈ കാണുന്നതൊക്കെ ജബോട്ടിക്കാബയുടെ പല വെറൈറ്റികളാണ്. നമുക്ക് ഗ്രീൻ ക്രിസ്റ്റൽ, പിത്രന്ത ബ്രാങ്ക, ബ്ലാക്ക് പേള്, അക്കുപോളിഷ് അങ്ങനത്തെ വെറൈറ്റികളാണ്. ഇത് കായ്ച്ചത് പലതും ഒരുവിധം എല്ലാം നമുക്ക് ഫ്ലവർ ചെയ്തിട്ടുള്ള ഫ്ലവർ മാത്രമല്ല, നമുക്കത് ഇത് കായാണ്, ഇത് ഗ്രീൻ ക്രിസ്റ്റലിൻ്റെ കായാണ്. മുകളിലൊക്കെ അത്യാവശ്യമാണ്. ഇത് പഴുത്താലും ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ പഴുത്താലും റെഡ് കളറോ കാര്യങ്ങളൊന്നും ആവത്തില്ല. ഗ്രീനിൻ്റെ തന്നെ ഷെയ്ഡ് കുറഞ്ഞു വരും മാത്രം, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കായി വരും. ഇതുപോലെ പിത്രാന്ത ബ്രാങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ നിൽക്കുന്ന കായ. അത്യാവശ്യം നമുക്കൊരു 7 അടി 8 അടി വരെ പറയാവുന്ന സൈസ് തൈകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് അവിടെ? ഇതിൻ്റെ ചെറിയ തൈകളില്ല. ഈ വെറൈറ്റിയിൽ നമുക്കിപ്പോൾ നിലവിൽ വലുപ്പമുള്ള തൈകൾ മാത്രമേ. നമുക്ക് റെഡ് ഹൈബ്രിഡ്, എസ്കാർലറ്റ്, പ്രിക്കോസി, സബാറ ഇതിൻ്റെ എല്ലാം ചെറുതൈകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു 99% നമുക്ക് ഫ്ലവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാച്ചുകൊണ്ടിരിക്കുന്ന തൈകളാണ്. ഇതെല്ലാം കായ കാണാം. ഇതൊക്കെ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ഉണ്ടോ? ഇതിൻ്റെ എസ്സാൽക്കല്ലേ? അത് പുതിയ വെറൈറ്റികളാണ്. അത് നമുക്ക് അധികം ക്വാണ്ടിറ്റി ഇല്ല, 1-2 പീസുകളൊക്കെ വീതം. ഇവിടെ നിൽക്കണം കശുമാവാ? അല്ല, ഇത് നമുക്കൊരു പാർട്ടിക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന തൈകളാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇതും ചപ്പോട്ടിക്ക വരെ കുറച്ച് വെറൈറ്റികളാണ്. എസാൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വിലയായിരിക്കും, പല റേറ്റിൻ്റെയാണ്. കുറച്ച് പന വെറൈറ്റി നമുക്കത് നമ്മുടെ ടേബിൾ പാം എന്ന് പറയുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. അതും ഓർണമെൻ്റലായിട്ട് വെക്കുന്ന ഒരു ടൈപ്പ്. ഇത് നമുക്ക് കൊടുക്കാപ്പുളി എന്നൊക്കെ പറയും. കൊടുക്കാപ്പുളി, ജിലേബി ഫ്രൂട്ട് എന്നൊക്കെ പറയും ചിലര്. നമ്മുടെ വാളംപുളി പോലെ തന്നെ പുളിയാണ്, പക്ഷെ സ്വീറ്റാണ്. ഇത് പുളി ഉണ്ടാകുമ്പോൾ നമുക്ക് റെഡ്, ഗ്രീൻ, യെല്ലോ അങ്ങനെ ഒരു 3-4 ഷെയ്ഡിലാണ് കളർ വരിക. സ്വീറ്റ് പുളിയാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ റെഡ് ഐവറി എന്ന് പറഞ്ഞ മാവിൻ്റെ തൈകളാണ്. നമ്മുടെ നാട്ടിൽ ഗ്യാരണ്ടി ആയിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഐവറി. 1 കിലോന് മീതെ ഗ്യാരണ്ടി ആയിട്ട് കായ്ക്ക് തൂക്കം വരുന്നൊരു ടൈപ്പുമാണ്. റെഡ് ഐവറി തന്നെ ഒരു മിസ്മാച്ച് കുറേ വരുന്നുണ്ടല്ലേ? പല റെഡിലുള്ള മാങ്ങ പല ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് നോർമലി ഏകദേശം നമുക്കിത് ഇതിന് ഒറിജിനൽ കളർ വരിക. അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക, ഒരു 3/4 അടിക്ക് നീളം പറയും. 3/4 അടിയുടെ അടുത്ത് നീളം വരുന്ന 1 കിലോയ്ക്ക് മീതെ തൂക്കം വരുന്ന ടൈപ്പ് മാങ്ങയാണ്. 99 അല്ല 100% നമുക്കിവിടെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. നമുക്ക് മദർ പ്ലാന്റുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പ് പറയുന്നത്. ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 350 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. നമ്മൾ ഈ കാണുന്നത് R22 അല്ലെങ്കിൽ ജംബോ റെഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ ചെറുതൈകളാണ്, ഗ്രാഫ്റ്റ് തൈകളാണ്. 3-3.5 അടി. നമ്മുടെ അരക്കപ്പം ഹൈറ്റ് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് കായ്ക്കാനായിട്ടൊരു അല്പം സമയം എടുക്കുന്ന വെറൈറ്റിയാണ്. ഒരു 2-3 കൊല്ലത്തോളം ഈ സൈസ് തൈകൾ നമുക്ക് കായ്ക്കാൻ ടൈം എടുക്കും. പക്ഷെ നമ്മുടെ നിലവിൽ ഇപ്പോൾ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മാങ്ങകളിൽ പെട്ടെന്നാണ്. 1.5 കിലോ വരെയൊക്കെ തൂക്കം വരും. നമ്മുടെ ആപ്പിൾ പോലെ തന്നെ നല്ല ബോൾ ടൈപ്പാണ് കായ. അത്യാവശ്യം നമുക്ക് ഇതാണ് കായയുടെ ഒരു ഷേപ്പും സൈസും വരിക. നല്ല റെഡ് കളർ കയറി വരും, കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബോൾ കറക്റ്റ് ബോൾ പോലെ തന്നെ മാങ്ങ. പിന്നെ നമ്മൾ ചെറുത് കാണുന്നതൊക്കെ നമുക്ക് കാലാപ്പാടിയിലെ ഏറ്റവും ചെറു സൈസ് തൈകളാണ്. കാലാപ്പാടിയിലെ ഇതൊക്കെ ഗ്രാഫ്റ്റാണ്. ഗ്രാഫ്റ്റ് കൊണ്ട് കാര്യം നമുക്ക് കണ്ട ഈ സമയത്ത് ഫ്ലവർ ചെയ്ത് തുടങ്ങി. കാലാപ്പാടി പൂക്കുണ്ട്, എൻ്റെ വീട്ടിലും പൂത്തുണ്ട്. കാലാപ്പാടി നമുക്ക് സീസൺ കൊല്ലത്തിൽ 2-3 തവണയൊക്കെ പൂക്കും. പൂക്കുന്നല്ല, കായും പിടിക്കും. ഓൾ സീസൺ പോലെയാണ് ഈ കാലാപ്പാടി. സീസണിൽ മാത്രമല്ല. ഇത് നമുക്ക് ഏകദേശം 150 രൂപ മാത്രമേ കാലാപ്പാടി റേറ്റ് വരിക. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ബ്രൂണേക്കിംഗ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. മാങ്ങ ഏകദേശം ഒരു 4 കിലോയൊക്കെയാണ് തൂക്കം പറയുന്നത്. 2.5 കിലോ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ കാച്ച തൈകളിൽ നിന്ന് വരുന്ന ബഡ് തൈകളാണ്. നോർമലി സാധാരണ കൽക്കത്തയിൽ നിന്ന് വരുന്ന ഗ്രാഫ്റ്റാണ് വരാറ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കാച്ച തൈമെന്ന് വരുന്ന ബഡ് പ്ലാന്റ്സ് ആണ്.
ഒരു അത്യാവശ്യം വലിപ്പമുള്ള റെഡ് ലേഡി പപ്പായയുടെ തൂക്കം വരുന്ന മാങ്ങകളാണ്. ഏകദേശം ഒരു 450 രൂപയാണ് ഇതൊക്കെ റീറ്റെയിൽ റേറ്റുകൾ വരിക. ആയിരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് ഈ കാണുന്നൊക്കെ നമുക്ക് പ്രിയൂരിൻ്റെ തൈകളാണ്. പ്രിയൂര് നാടൻ പ്രിയൂര് മാങ്ങ. അത് നമുക്ക് ക്വാണ്ടിറ്റി ബൾക്കായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് മഴ തുടർച്ചയായി പിടിക്കുന്നത് കൊണ്ടാണ് തളികൾക്ക് ചെറിയ ഡാമേജ് പോലെ നമുക്ക് മരുന്നടിച്ചാലൊന്നും ഏൽക്കില്ല. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 125 രൂപ മാത്രമാണ് ഈ 2 അടിയൊക്കെ വലുപ്പമുള്ള തൈകൾക്ക് വരിക. നമുക്കൊരു 125 രൂപ മാത്രം റേറ്റ് വരുന്ന പ്രിയൂരിൻ്റെ തൈകളാണ്. നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഗ്രാഫ്റ്റ് തൈകളാണ്. ഇനി ഇതൊരു മാവിൻ്റെ സെക്ഷൻ ആണല്ലേ ഫുള്ള്? ഇത് മൊത്തം കൂടുതൽ മാവുകളാണ്. നമ്മൾ ഈ കാണുന്നത് നാംഡോക്കിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി നാംഡോക്ക് പർപ്പിൾ അല്ലെങ്കിൽ നാംഡോക്ക് സീമോങ് എന്നൊക്കെ പറയും. പേരിൽ മാത്രമേ നാംഡോക്ക്, ഇത് ഇലയോ കായോ നാംഡോക്ക് ആയിട്ട് ബന്ധമില്ലെന്ന് പറയപ്പെടുന്നത്. ഇത് ഞാൻ കായ്ച്ചെടുക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന വെറൈറ്റി നല്ല വെറൈറ്റിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കിലോ ഒക്കെ തൂക്കം വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ് നാംഡോക്ക് പർപ്പിൾ അല്ലെങ്കിൽ സീമോങ്. ഇതൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല റേറ്റ് വന്നിരുന്ന മാങ്ങകളാണ്. നമുക്ക് ഈ സൈസിലുള്ള തൈകൾ ഇപ്പോൾ റീറ്റെയിൽ 350 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും. 350 രൂപയ്ക്ക് റീറ്റെയിൽ. ഹോൾസെയിലൊക്കെ നമുക്ക് നല്ല മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന മൽഗോവേര തൈകളാണ്. മൽഗോവ മാങ്ങേരെ നമ്മുടെ നാട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരും ഏകദേശം ഒരു 125 രൂപയാണ്. ഈ കാണുന്നത് കാലാപ്പാടിയിലെ ഏറ്റവും ചെറിയ ബഡ് തൈകളാണ്. ബഡിലെ ഏറ്റവും ചെറുത് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ്റ്റ് 150 രൂപയാണ്. ബഡ് വരുമ്പോൾ നമുക്ക് എപ്പോഴും അല്പം റേറ്റ് കൂടുതലാണ്. 200 രൂപയാണ് ഈ സൈസ് ബഡ്. കാലാപ്പാടി നമുക്ക് ഒരു 6 മാസം കൊണ്ടൊക്കെ കായ്ക്കും. ഇതൊരു 3 അടി നമ്മുടെ അരക്കൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഈ സൈസൊക്കെ നമുക്ക് കാച്ചു തുടങ്ങും. അതിൻ്റെ 200 രൂപ വരുന്ന ബഡ് തൈകൾ, ഇതിൻ്റെ വലുപ്പമുള്ള ഒരു 225-250 റേറ്റ് വരുന്ന തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് കാലാപ്പാടി തന്നെയാണ്. ഈ കാണുന്നത് നമുക്ക് ബാലൻസ് വരുന്ന പ്രിയൂരുമാവാണ്. നേരത്തെ പറഞ്ഞ 125-ൻ്റെ ഒരു 1.5 അടി 2 അടി വേണമെങ്കിൽ വലുപ്പം പറയാം. 125 രൂപ. അതൊക്കെയാണ് ഇവിടെ കുറച്ച് സെക്ഷൻ വിട്ടുപോയിട്ടുണ്ടല്ലോ നമ്മൾ. നമ്മൾ ഈ കാണുന്നതൊക്കെ മിയാസക്കിയാണ്. നമ്മുടെ മിയാസക്കി മുമ്പ് 1000 രൂപയൊക്കെ വരുന്ന ടൈപ്പ് മാവുകളാണ്. ഇങ്ങോട്ട് പറയും ഇത് പുതിയ നല്ല ഫ്രഷ് തൈകളാണ്. 1000 രൂപ വരെയൊക്കെ വിലയ്ക്ക് വിറ്റുന്ന ടൈപ്പ് മാവുകളാണ്. ഇത് നമുക്ക് ഇപ്പോൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 350 രൂപ 400 രൂപയാണ്. 400 രൂപയിൽ താഴെ എന്ന് പറയാം നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക. അത്യാവശ്യം ഒരു 4 അടി വരെയൊക്കെ ഉയരം വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് നാംഡോക്ക് മൈയാണ്. നാംഡോക്ക് മൈ ഗോൾഡ്. ഇതും ഈ പറഞ്ഞ റേറ്റിന് വരുന്ന മാവാണ്. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് തൈയാണ്. നമുക്കൊരു 4 അടിക്ക് ഉയരമുണ്ട്. ഈ സൈസ് തൈൻ്റെ റീറ്റെയിൽ റേറ്റ് ഇപ്പോൾ വരുന്നത് 350 രൂപയാണ്. ഇതിൻ്റെ ചെറിയ ബഡ് തൈകൾ നമുക്ക് 250 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഇത് ഗോൾഡ് ആണോ? ഗോൾഡ്. രണ്ടും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റിൽ ഒരു മാറ്റമൊന്നുമില്ല. കളർ മാത്രമേ മാറ്റം. പിന്നെ നമുക്ക് ഈ കാണുന്നത് കുജായി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയാണ്. കൽക്കത്തയിൽ നിന്നൊക്കെ വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങകളുടെ പെട്ടൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതാണ്. ഏകദേശം ഒരു 3 അടി 3.5 അടി വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ റേറ്റ് വരും നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ 350 രൂപയാണ്. ഈ ഒരു സെക്ഷനിൽ ഇതൊക്കെയാണ്. ഇവിടെ കുറച്ച് സാധനം മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? ഇതൊക്കെ മിറാക്കിൾ ഫ്രൂട്ടാണ്. അതിൻ്റെ ചെറുതല്ലേ? മിറാക്കിളിൻ്റെ ഫ്ലവറുള്ള തൈകളാണ്. ആ മൂവ്മെൻ്റുള്ള ടൈപ്പാണ്. മിറാക്കിൾ എന്തൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു മീഡിയം സൈലുള്ള ടൈപ്പാണ്. നമ്മൾ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ ജബോട്ടിക്ക സബാറയുടെ വലുപ്പമുള്ള തൈകൾ. ഒരു 5 അടി 6 അടിക്ക് വലുപ്പമുള്ള തൈകൾ പറഞ്ഞു. അത് ലെയർ തൈകളാണ്. നമുക്ക് നോർമലി നമുക്ക് ജബോട്ടിക്കാബയ്ക്ക് മെച്യൂരിറ്റി പറയുക ഈ കാണുന്ന തൊലി അടർന്നതാണ്. ഇതിപ്പോൾ തന്നെ ഒരു 3 അടി 4 അടി തന്നെ നമുക്ക് അടന്നു തുടങ്ങിയിട്ടുണ്ട്. 1 കൊല്ലം 2 കൊല്ലം മാക്സിമം അതിനുള്ളിൽ കായ്ക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് വേണമെങ്കിൽ തൈകൾ അവൈലബിൾ ആണ്. നമുക്ക് 1000 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ. 1000 രൂപ. നമുക്ക് റെഡ് ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ 5000 രൂപയ്ക്ക് റേറ്റ് വരുന്നതാണ്. ഇത് നമുക്കൊരു പാർട്ടിക്ക് വേണ്ടി എടുത്തു വെച്ച തൈകളാണ്. ദൽഹരി ചാമ്പ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, സീഡ്ലെസ് നാര കണ്ട നമുക്ക് അത്യാവശ്യം കായുള്ള തൈകളാണ്. നല്ലപോലെ കായ്ക്കുള്ള വലിയ തൈകൾ. ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. അതെ, ഈ കാണുന്നൊക്കെ ഫ്ലവറാണ്. ഇതിൻ്റെയൊക്കെ വേറെ തൈകളുണ്ട്. ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് ചെറുതും വലുതായിട്ട് തൈകളൊക്കെ അവൈലബിൾ ആണ്. വേറെ തൈകളുണ്ട്. ഇതിൻ്റെ വേറെ ഇത് നമുക്ക് സാന്തോൾ, സ്വീറ്റ് സാന്തോൾ എന്നൊക്കെ പറയുന്നത്. സ്വീറ്റ് അല്ല, സ്വീറ്റ് സാന്തോൾ എന്ന് പറയപ്പെടുന്ന സാന്തോളിൻ്റെ ഇത് ചെറുതിലേക്ക് ആക്കുന്ന ടൈപ്പാണ്. നമുക്കൊരു 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ കായ പിടിക്കും. ഇത് ലോങ്ങനല്ലേ ഇരിക്കുന്നത്? അത് ലോങ്ങൻ, നമ്മുടെ ഡയമണ്ട് റിവർ ലോങ്ങൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഇത് ഈ മാവുകളൊക്കെ നമുക്ക് കാട്ടിമണാണ്. നല്ല കരുത്തുള്ള തൈകളാണല്ലോ. കാട്ടിമണ തൈകൾ 6 അടി വലുപ്പമുള്ള തൈകളാണ്. ഇതിന് നമുക്ക് നിറയെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. എന്ത് വില ഉണ്ട്?
ഇത് റീറ്റെയിൽ വരും നമുക്ക് ഏകദേശം 600 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജബോട്ടിക്ക എസ്കാർലറ്റിൻ്റെ കാച്ചിട്ടുള്ള തൈകൾ. ഇതൊക്കെ ഒരു പാർട്ടിക്ക് എടുത്തു വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കാകൾ പറിക്കാത്ത. കാണുന്ന എല്ലാം കായ്കളാണ്, അടിയിലൊക്കെ പഴുത്ത കായ്കളാണ്. എസ്കാർലറ്റ് ഇത്തരത്തിലുള്ള കാഴ്ച തൈകൾ വേറെ ഉണ്ടോ അവിടെ? എസ്കാർലറ്റ് നമുക്ക് കുറവാണ്. നമുക്ക് ഈ പറഞ്ഞ ഗ്രീൻ ക്രിസ്റ്റൽ അങ്ങനത്തെ വെറൈറ്റികളൊക്കെ കായുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ മംഗോസ്റ്റിൻ, നമുക്കിത് മട്ടോവയാണ്. മട്ടോവ സീഡ് തൈകൾ. ഇത് നമുക്ക് സ്വീറ്റ് ബുഷ് പറഞ്ഞ തൈകളാണ്. സ്വീറ്റ് ബുഷ് നമുക്ക് കായുള്ള തൈകൾ 1-2 പീസ് നമുക്ക് സാമ്പിൾ വീടുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ വെറൈറ്റിയും സാമ്പിൾ വെച്ചിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ നോക്കാം. മധുരമുണ്ട്. ഒരു കൺഫ്യൂഷൻ എല്ലാവരും പറഞ്ഞിരുന്നു. ഇല്ല, സ്വീറ്റ് ബുഷ് ഓറഞ്ച് തന്നെ ഇതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് മാൻഡറിൻ എന്നൊക്കെ പറയുന്ന ടൈപ്പാണ്. മാൻഡറിൻ ഓറഞ്ച് എന്ന് പറയും. സ്വീറ്റ് ബുഷ് ഓറഞ്ച് വേറെ ടൈപ്പും കൂടി ഉണ്ട്. രണ്ടിനും നമുക്ക് വലിയ തൈകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം റീറ്റെയിൽ വരുമ്പോൾ 1000 രൂപയാണ്. ഒരു 5 അടി എല്ലാം ഈ ഹൈറ്റിൽ ഉണ്ടാവില്ല. നമുക്കൊരു 4 അടി തൊട്ട് 5 അടി 6 വരെയുള്ള തൈകളുണ്ട്. 1000 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. അപ്പോൾ ഇത് ഒരു എപ്പിസോഡിൽ തീരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത്രയും ഏക്കർ സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കുറേ ഇനി കാണാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 2 ദിവസത്തിനകത്തൊക്കെ പുതിയ വീഡിയോ വരും. അപ്പോൾ ബൈ.